ഇതാണ് കർണാടകയുടെ ഡബിൾ ടക്കർ ബസ്. കണ്ടോ, ഇതാണ് ആ മ്യൂസിയം. ഒരു ടയർ തന്നെ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ വെച്ച ഒരു ഉണ്ട്. ഇതിൻ്റെ പേര് പയണ എന്ന് വെച്ചാൽ മനസ്സിലായി എനിക്ക്. യാത്രയല്ലേ കന്നഡയിൽ. അതിനടുത്ത് ഞാൻ നടന്നു അതിൻ്റെ മുകളിലേക്ക്. Come on, let's go പയണ. പറന്ന് പയണ ചെയ്യാം. ഇതാണ് ഓട്ടോമൊബൈലിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ്. ഓട്ടോമൊബൈലിൻ്റെ പല സ്റ്റേജ്. ഓ, ഇത് മറ്റേ വലിക്കുന്നത് 2 കാളെ വെച്ചായിരിക്കണം. ഇപ്പുറത്തത് കുതിരവണ്ടി. ഇത് കുതിരവണ്ടി, സിംഗിൾ കുതിര. ഇത് ഫോറിനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത എന്നെ എടുക്കുന്നില്ല. അല്ല, പിന്നെ വരാൻ ഇവിടെ തന്നെ. ഇത് കാളവണ്ടി, 2 കാള. ഇത് പണ്ടത്തെ കോടീശ്വരന്മാരുടെ വണ്ടിയാണ് കണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഡീറ്റെയിൽ നോക്കിയാൽ ഒറിജിനൽ അല്ലേ? ഒരു പശുവിൻ്റെ ഒരു കാലയുടെ കാലിൻ്റെ പോലെ തന്നെ അടിയിലാണ്. ഇത് ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ, നമ്മുടെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകണം ടൈപ്പ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ് 25, അതായത് 100 കൊല്ലമായി വണ്ടി. ഒറിജിനൽ വണ്ടിയാണ്. ഇത് ഒറിജിനൽ വണ്ടിയാ? കളറൊക്കെ ഒന്നും മാറ്റിയിട്ടില്ല. കളർ അവർ പിന്നെ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടാവില്ല. അതായത് 100 കൊല്ലം മുമ്പുള്ള വണ്ടിക്ക് അത് പെയിൻറ്റിംഗ് ഒക്കെ കിട്ടും. ഇത് മോഡൽ അവർ സെറ്റ് ചെയ്തേക്കാം. ശരിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് 1931, 90 കൊല്ലം കഴിഞ്ഞു. ഒരു വിജൃംഭിച്ച വണ്ടിയല്ലേ? ഇത് 1929. ഇത് 1929. നേരത്തെ കണ്ട 2 കാറ് ഇസിക്കാരനാണ്. എനിക്ക് ഇഷ്ടപ്പെടും. ഭൂമിക്ക് അറിയാലോ, നല്ല വണ്ടിയല്ലോ. ഇംഗ്ലണ്ട് വണ്ടി. ഓസ്റ്റിൻ 7 RM സലൂൺ. ഇപ്പോൾ നമ്മൾ ഇത് കണ്ടത് എനിക്ക് വേണ്ട. ഇത് ഫോർഡിൻ്റെ പെർഫെക്റ്റ് 3E934 യുണൈറ്റഡ് കിങ്ഡം. ഇതിൻ്റെ ഒരു വീഡിയോ. ഇപ്പോഴത്തെ 8 സീരീസ് E. ഇതും ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന വണ്ടി. കളറൊരു ബ്ലൂ, ലൈറ്റ് സ്കൈ ബ്ലൂ. ഇതൊരു സ്കൈ ബ്ലൂ കളറിൽ, ലൈറ്റ് സ്കൈ ബ്ലൂ. ഇത് ഓസ്റ്റിൻ A40. ഏകദേശം 75 കൊല്ലം പഴക്കമുള്ള വണ്ടി. ഇതിൻ്റെ മുകളിൽ എന്തോ ഇതൊരു ടോയ് കാർ പോലെ ഉണ്ട്. മറ്റേ പിള്ളേരുടെ ടോയ് സീരീസിലുള്ള ടോയ് കാർ പോലെ ഉണ്ട്. അടുത്ത കാർ കാണിക്കാൻ പോകുന്നത് 1947 കാറ്, ഫ്രേസർ F47C, മാൻഹാട്ടൻ, യുണൈറ്റഡ് കിങ്ഡം. റഷ്യക്കാരനാണ്, അല്ല ഇംഗ്ലണ്ട് വരെ. വിജൃംഭിച്ച ഒരു ഫോണിൻ്റെ ഒരു ക്യാമറ തികയോന്ന് എനിക്കറിയത്തില്ല. ബാക്കിലോട്ട് പോകേണ്ടി വരും. ഒരു ഫുൾ ഇതിൻ്റെ ഒരു വലിപ്പം കണ്ട. ഇതിൻ്റെ വലിപ്പം കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ കണ്ടതിൽ ഏറ്റവും നീളം കൂടിയതും അല്ലേ, നീളം കൂടിയ പിന്നെ വീതി കൂടിയ വണ്ടി ഇതായിരിക്കും. പോകുന്നത് 1929 ബ്യൂക്ക് സീരീസ് 50 സൂപ്പർ 8. ഇത് എത്ര കൊല്ലത്തിൻ്റെ വഴക്കുണ്ട്? ജർമ്മനി വണ്ടിയാണ് എടുത്തത്. 96 കൊല്ലത്തിൻ്റെ പഴക്കമുള്ളൊരു. കണ്ടോ, ഇതിൻ്റെ ഫ്രണ്ട് ഇവരിങ്ങനെ തിരിച്ചു വെച്ചത് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇതിൻ്റെ നീളം കൊണ്ടായിരിക്കും. ഫ്രണ്ടിലോട്ട് വരുമായിരിക്കും ഇതിൻ്റെ നീളം. അതുകൊണ്ട് കണ്ടോ
എഞ്ചിൻ തന്നെ ഉണ്ടല്ലേ 4000 cc എഞ്ചിൻ. CC എഞ്ചിൻ. പിന്നെ ഇതിൻ്റെ കളറ് അടിപൊളി ഒരു കളറാണ്. ഇത്ര കടയിൽ എനിക്ക് അത് വണ്ടി എനിക്ക് ആ കുഞ്ഞു വണ്ടി മതി. കുഞ്ഞു വണ്ടിയല്ല, മറ്റേ അതിൻ്റെ അപ്പുറത്തുള്ള വെള്ള വണ്ടിയില്ലേ, വലിയ വണ്ടി. ആ, ജർമ്മനിക്കാരെ. അതാണ്. രണ്ടാമത്തേത് ഇത് കൊള്ളാം. ഇത് ഈ വെള്ളം മതിയാ? എന്തേ? ഇല്ല, ഇതിന് പവർ ഉണ്ടാവും. ഇതിന് പവർ ഉണ്ട്. അതെയാ? അപ്പം എനിക്കിത് മതി. ഓടിച്ചില്ലെങ്കിലും സൈഡിൽ വന്നിരിക്കാലോ. ഇത് ആ, അങ്ങനത്തേക്ക് കടത്തി വിടത്തില്ല. എന്തായാലും തൊടാൻ പറ്റത്തില്ല, കുറച്ച് ദൂരെ നിൽക്കാൻ പറ്റുള്ളൂ. 47 ആ സമയത്ത് ജർമ്മനിക്കാരൻ ഇറക്കിയ വണ്ടിയാണ് ഓപ്പൽ എന്ന് പറഞ്ഞ ഓപ്പൽ കമ്പനിയുടെ. അപ്പോൾ ഇതിൻ്റെ ഒരു എന്താ ഒരു തിളക്കം കണ്ടില്ല ഇതിൻ്റെ. കുഞ്ഞൊരു തവളനെ പോലെ ഇരിക്കുന്നു. കണ്ണൊക്കെ, കണ്ണും മൂക്കും വായൊക്കെ വെച്ച് കൊടുത്തോല്ലേ എൻ്റെ വണ്ടിക്ക്. ഇത് കാണിക്കാൻ പോകുന്ന വണ്ടി ഇത് മഹാരാജ ഓഫ് മൈസൂർ യൂസ് ചെയ്ത വണ്ടിയാണ്. HH ജയചാമരാജേന്ദ്ര വടയർ. അപ്പോൾ ആ ആൾ യൂസ് ചെയ്ത വണ്ടിയാണ് ഇതേ. ഇതാണ്. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? രാജാവിനെ ഇപ്പോൾ കാണിക്കും. ഇതിൻ്റെ അതാ എഞ്ചിനൊക്കെ ഇതിൻ്റെ അകത്തുള്ള ഡാമേജ് ആയ വണ്ടി ഇവരിങ്ങനെ പെർഫെക്റ്റ് ആക്കി. രാജാക്കന്മാരുടെ എംബ്ലം ഒട്ടകമല്ല, മറ്റേ ആന. അപ്പോൾ അതാണ് ആ വണ്ടിയുടെ സിമ്പിൾ. ഓരോ ഡീറ്റെയിലിംഗ് ആയിട്ട് എടുത്തേക്കുന്നവർ ഇതൊക്കെ ഫുള്ള് മോഡിഫൈ ചെയ്തതാണ് ഇവർ. ഇതെല്ലാം ഇതിൻ്റെ പഴയ, അതായത് ഈ മ്യൂസിയത്തിൻ്റെ ഓണർ ഡയറക്റ്റായിട്ട് നിന്ന് ചെയ്യിച്ച കാര്യങ്ങളാണ്. എഞ്ചിനൊക്കെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ലോറിയുടെ എഞ്ചിനൊക്കെ ഇപ്പോഴത്തെ ലോറിയുടെ അതിനെക്കാട്ടും വലിയ എഞ്ചിനാണ് ഇതിന് വെച്ചേക്കുന്നത്. 460 cc. സീറ്റും ഇത് കണ്ടില്ലേ? വർക്കിംഗ് ഉള്ള വണ്ടിയാണ് കേട്ടോ ഇത്. ഇപ്പോഴും വർക്കാവും. സോ എവിടെ രാജാവ്? എവിടെയാണ് രാജാവ്? അതെ, ആളാണ് രാജാവ്. മൈസൂർ രാജാവ് മതിനെ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മൈസൂരിൽ നിന്ന് ഇറങ്ങി വരുന്നു. അതെ, തികയുന്നില്ല വണ്ടി. ഇതാണ് ആ വണ്ടി. എല്ലാ ഡീറ്റെയിലിങ്ങും ഉണ്ടാവും. ടോപ്പ് സ്പീഡ് 150. ഒരു സ്ട്രീറ്റ് ലൈറ്റിന്റെ ലൈറ്റിന്റെ അനക്കട്ട് ഈ വണ്ടി മതിയോ? ഇതാ ഇഷ്ടപ്പെട്ടെ? ബ്ലാക്ക്. ഇതിൽ തന്നു കഴിഞ്ഞാൽ എടുക്കും. തരുവാണെങ്കിലല്ലേ? ഇപ്പം തരും. തൊടാൻ സമ്മതിക്കുന്നില്ല, അപ്പോഴാണ് തരുന്നേ. ഈ മേളിലൊരു സാധനം ഉണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ. അതുകൊണ്ട് അത്യാവശ്യം ആൾക്കാർക്ക് തല്ലാനായിരിക്കും. അത്യാവശ്യം ആയുധങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞാൽ അത് വീട്ടിൽ തല്ലാനായിരിക്കും. അടുത്ത് നോക്കിയിട്ട് മേളിലൊരു സാധനം ഒരു തൂക്കിയിട്ടേക്കുന്ന കണ്ടില്ല. മൈസൂർ കൊണ്ട് കാണാറില്ലേ? അന്ന് പോയത് ഓർക്കണ്ട. അതാണ് ടി വിയിൽ കാണിക്കണം. മേളിലൊരു സാധനം കണ്ടില്ല. ഇതെന്ത് സാധനം? കൊടി വെക്കുന്ന സാധനം. മീനുള്ള സാധനങ്ങളുടെ കാറുകളുടെ കളക്ഷൻ കണ്ടിട്ട് ഞങ്ങൾ മേളിലോട്ട് കാണുമ്പോൾ ഇവിടെ ഒരു സാധനം ഇരിപ്പുണ്ട്. പറഞ്ഞോ.